നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സൂ കാണാനായിട്ടാണ് പോകുന്നത്. മസ്കറ്റിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ബർക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സൂ ഉള്ളത്. നമ്മളിപ്പോൾ സൂവിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറണമെങ്കിൽ ഫ്രീ അല്ല, നമ്മൾ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റിൻ്റെ നിരക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കകത്തേക്ക് കയറാം. ഇവിടെ ദാണ്ട ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒമാനികളാണെങ്കിൽ 1.5 നമുക്ക് 2 റിയാലുമാണ്. അങ്ങനെ നമ്മൾ 3 പേരും കയറിയിട്ടുണ്ട്. ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് സൂവിനകത്ത് കയറി. അങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഒരു റൂം വന്നപ്പോൾ ഒരു പൈത്തണാണ് നമ്മളിവിടെ കാണുന്നത്. പൈത്തൺ കണ്ടില്ലേ, വലിയ പെരുമ്പാമ്പാണ്. പൈത്തൺ എന്ന് പറഞ്ഞ പെരുമ്പാമ്പാണ്. മഞ്ഞ കളറിൽ സുന്ദരനായിട്ട് ചുറ്റി വളഞ്ഞ് കിടക്കുകയാണ്. ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്യില്ലെന്ന് എഴുതിയിട്ടുണ്ട്. വേറെയുമുണ്ട് പൈത്തൺ. താഴെ ഒരെണ്ണം കിടക്കുന്നു. അതും ഒരു മഞ്ഞ കളറിലുള്ള കക്ഷിയാണ്. ചെറുതായിട്ട് പുള്ളി അനങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ക്ലോസിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പേടി പോലെ തോന്നുന്നു. ഇത്രയും വലിപ്പമുള്ള സാധനമല്ലേ. ഒരു കക്ഷി നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പൈത്തൺ നമുക്കിങ്ങനെ അടുത്ത് കാണാൻ പറ്റി. ഇവിടെ എന്താണെന്ന് നോക്കാം. ഹാംസ്റ്റർ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഹാംസ്റ്റർ അതിനെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. 2 റിയാൽ കൊടുത്ത് ഒരെണ്ണത്തിന് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ഒരു എലിയുടെ കൂട്ടൊക്കെ ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളാണ്, കണ്ടില്ലേ. ഹാംസ്റ്റർ. അങ്ങനെ നമ്മളിതിനെയൊക്കെ കാണുകയാണ്, അടുത്ത് കാണുകയാണ്. കൊള്ളാമല്ലേ. കണ്ടു കഴിഞ്ഞാൽ എലിക്കുഞ്ഞാന്നേ പറയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൈത്തണിനെയും കണ്ടു, ഹാംസ്റ്ററിനെയും കണ്ടു. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. കാഴ്ചകൾ. സൂ ആണെങ്കിലും അങ്ങനെ വലിയ വൃത്തികെട്ട സ്മെല്ലൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരു ഈഗിളിൻ്റെ കൂട്ടിലാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഈഗിൾ. അത് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് പുള്ളിക്ക്. 3 എണ്ണം ഉണ്ട് ഇവിടെ. ഈഗിൾ. കഴുകൻ എന്ന് നമ്മൾ പറയില്ലേ, ആ സാധനമാണിത്. അടുത്ത് കണ്ടാലൊരു ഭീകര ജന്തുവാണിത്. ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആള് കാലിയായി പോകും. അങ്ങനെ നമ്മൾ അവിടുന്ന് കഴുകനെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കണ്ടില്ലേ, നമ്മൾ ഓസ്ട്രിച്ചിൻ്റെ അടുത്ത് വന്നു. അയ്യോടാ, എൻ്റെ കഴുത്തിൻ്റെയൊക്കെ ഒരു നീളം നോക്കിയേ. നമ്മൾ അടുത്തോട്ട് പോയില്ല. അത് കൊത്തുവന്ന് പേടിച്ചിട്ടേ ഇച്ചിരി പുറമോട്ട് മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് കഴുത്തുമായിട്ട് ഇങ്ങനെ വരികയാണ്. സത്യത്തിൽ എൻ്റെ കഴുത്ത് കാണുമ്പോൾ ഒരു പാമ്പിൻ്റെ കൂട്ട് ഫീൽ ചെയ്യുന്നു. ഓസ്ട്രിച്ച്. നമ്മളതിനെ അടുത്ത് കാണുകയാണ്. അങ്ങനെ ഓസ്ട്രിച്ചിനെയും കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ നോക്കുക. ആഫ്രിക്കൻ ഓസ്ട്രിച്ചാണത്. ആഫ്രിക്കൻ ഓസ്ട്രിച്ച്.
ഇനി എമോ ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞൊരു വേറൊരു വെറൈറ്റി ഓസ്ട്രിച്ചിൻ്റെ. ഇതിൻ്റെ കഴുത്തിന് അത്രയൊന്നും നീളമില്ല, അല്പം കുറുകിയ കഴുത്താണ്. കണ്ടാൽ അതേപോലൊക്കെ തന്നെ, കഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഒഴിച്ചാൽ രണ്ടും ഒരുപോലൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ആമകളാണ് ഇവിടെയുള്ളത്. ആമകളിങ്ങനെ നീന്തി കളിക്കുകയാണ്. അവിടെ കുറച്ച് ആട്ടിൻകുട്ടികളൊക്കെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു വെറൈറ്റി കോഴി നിൽക്കുന്നു. ഇവിടെ കുറച്ച് താറാവ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നിൽക്കുകയാണ് അവിടെയൊക്കെ. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പോകുമ്പോൾ താറാവിൻ്റെ പറ്റങ്ങളെ കണ്ടിട്ടുള്ളതുകൊണ്ട് അതത്ര കൗതുകമായിട്ട് തോന്നിയില്ല. അടുത്ത കൂട്ടി വന്നപ്പോൾ എന്താ മയിൽ. ഈ കൂടിനിങ്ങനെ ഫ്രണ്ടിലേ ആ ഗ്രില്ല് ഇങ്ങനെ ഉള്ളതുകൊണ്ട് കാഴ്ചകൾക്കൊരു ചെറിയ തടസ്സമുണ്ട്. അവിടെ റാബിറ്റാണെന്ന് തോന്നുന്നു ഉള്ളത്. അതെ, ഇതേതോ ഒരു പ്രത്യേകതരം പക്ഷിയാണ്. ഇത് പാരറ്റാണ്, തത്തയാണ്. നമ്മൾ തത്തയെ പച്ച കളറിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാ വെളുത്തിരിക്കുന്ന തത്ത. പച്ച കളറിലുള്ള ആശാനും ഇവിടെ ഉണ്ട്. പുള്ളിക്കാരനും ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇതാ വെറൈറ്റി വേറൊരു തത്ത, വ്യത്യസ്തമായ കളറിൽ. ഒരു പക്ഷിക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ആൾക്കാരുണ്ടല്ലേ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. തത്തകളുടെ ഒരു കൂട്ടം. അവരവരുടെ ജീവിതം വളരെ ആസ്വദിക്കുകയാണ്. ഇതാ ഒരു മങ്കിയാണ്. അദ്ദേഹം വളരെ ഉലാത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉലാത്തിൽ കാണുമ്പോൾ എന്തോ പുള്ളിയുടെ ടെറിറ്ററിയിൽ ആരോ ബോംബിടാൻ വരുന്നു എന്നുള്ളൊരു തോന്നലാണ്. അതോ ഭക്ഷണം കഴിഞ്ഞ് എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ ഉലാത്തിൽ കാണുമ്പം ഏതോ രാജാവ് ഉലാത്തുന്ന പോലെ തോന്നും. ഒരാശാൻ തന്നെ ടയറിനകത്ത് കയറിയിരിപ്പുണ്ട്. അദ്ദേഹം എന്തോ ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു സദസ്സിലിരിക്കുന്ന പോലെ തോന്നുന്നു. രാജസദസ്സിലിരുന്ന് ഗാനം ആസ്വദിക്കുന്ന പോലെ, കച്ചേരി ആസ്വദിക്കുന്ന പോലത്തെ ഒരു ഇരിപ്പാണ് പുള്ളിയുടെ. വളരെ സുഖജീവിതമല്ലേ. ടെൻഷനില്ല, പ്രഷറില്ല, വർക്ക് പ്രഷറില്ല, ഡെഡ് ലൈൻസിലൊന്നുമില്ല. റാക്കൂൺ എന്ന് പറയുന്ന ഒരു ജീവിയാണിത്, വൈറ്റ് റാക്കൂൺ. അവരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം വളരെ ആസ്വാദികരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അവർക്കും കാണുമല്ലേ അവരവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും പരിഭവങ്ങളൊക്കെ കാണുമായിരിക്കാം. കൂടിന് നല്ല വിശാലതയുള്ളതുകൊണ്ട് അവർക്ക് നടന്നിങ്ങനെ നീങ്ങാനും കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. റാക്കൂൺ ഒരാശാനിങ്ങനെ എന്തോ പരിശീലനത്തിലാണെന്ന് തോന്നുന്നു.
അദ്ദേഹം മതിൽ ചാടാനുള്ള പരിശീലനത്തിലാണോ എന്നൊരു സംശയം. ഈ ജയിലിൽ നിന്ന് ജയിൽ പുള്ളികൾ ചാടുന്ന പോലെ എന്തോ പരിശീലനം നടത്തുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും പുള്ളി ആലോചിക്കുന്നത്. ഞാനും ഒന്ന് കയറി നോക്കട്ടെന്ന് അടുത്ത ആശാൻ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്, വളരെ ശക്തിയേറിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കമ്പി വലയാണ്. അതുകൊണ്ട് ഇവരുടെ വേലത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഒരു കണക്കിന് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അല്ലേ. അവരവരുടെ അതായ ലോകത്ത് വിശാലമായിട്ട് ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഇതിനകത്ത് വന്ന് പെട്ടുപോയി, എന്ത് ചെയ്യാൻ പറ്റും. അടുത്തതൊരു പീക്കോക്കാണ്. കണ്ടില്ലേ, വെള്ള കളറിലെ പീക്കോക്ക്, വൈറ്റ് പീക്കോക്ക്. കൊള്ളാമല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പീക്കോക്കിനെ കാണുന്നത്. പീക്കോക്ക് ബ്ലീച്ച് ചെയ്തിട്ട് വന്നതാണോ എന്ന് ഒരു സംശയം. കളറെല്ലാം പോയി. അദ്ദേഹം അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇവിടെയും കുറേ ആശാന്മാർ ഇരിപ്പുണ്ട്. നമ്മൾ കഥകളിലും പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആശാൻ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. വിവിധ നിറങ്ങളിൽ, വിവിധ വർണ്ണങ്ങളിൽ മനോഹരിയായ പീക്കോക്ക്. മയിൽ നമ്മുടെ ഒരു ദേശീയ പക്ഷിയും കൂടെ അല്ലേ, ഇന്ത്യയുടെ. ഇത് എന്ത് പക്ഷിയാണാവോ, കണ്ടിട്ട് തത്തയുടെ മറ്റൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ആശാൻ വളരെ ദ്രുതഗതിയിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രത്തിൽ എന്തോ ഉണ്ട് പുള്ളിക്കാരന്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് കടിച്ച് പറിക്കുകയാണ്. സൺഫ്ലവറിൻ്റെ സീഡാണ്. അദ്ദേഹം അത് കഴിക്കുകയാണ്. കണ്ടില്ലേ, കഴിച്ചോ. ഫ്ലഡർ ഡിയർ. കൊള്ളാമല്ലേ. അവർ വളരെ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കുകയാണ്. കഴിക്കാനൊന്നും ഇല്ലെന്ന് തോന്നും. ഒരാശാൻ വളരെ ആകാംക്ഷയോടെ നമ്മളെ നോക്കുന്നുണ്ട്. ആരാണാവോ ഇതെന്നതിന് പുള്ളിയുടെ മനസ്സിൽ. അധികം ചലനം ഇല്ല അവർക്ക്. ഇത് മുമ്പ് കണ്ട ഡിയറിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു നിറമാണ്. വളരെ ആകാംക്ഷയോടെ നോക്കുകയാണ് നമ്മളെ. എന്തിനാണ് വന്നത്, ഇവിടെ കണ്ടിട്ടില്ലോ, ഇവിടെ പരിചയമുള്ള പോലെ എന്നൊക്കെയുള്ള ഭാവത്തിൽ നോക്കുകയാണ്. അതേ ആശാൻ തന്നെ, ആശാന്മാർ തന്നെ ഇവിടെയുണ്ട്. അവർ പ്രതീക്ഷയോടെ നോക്കും നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും എന്നുള്ളതായിരിക്കും. ദൗർഭാഗ്യവശാൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. പോർക്കുപൈൻ. ഇതെന്താണ്, നമ്മുടെ മുള്ളംപന്നി പോലെയാണ്. മുള്ളംപന്നിയാണെന്ന് തോന്നുന്നു. അത് തന്നെ. ആശാന്മാർ വളരെ സ്വസ്ഥതയും സമാധാനമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എന്തോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ തോന്നും. ഇനി ട്രംപ് നമ്മുടെ മണ്ടയിലെങ്ങാനും ബോംബിടുവോ എന്നായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്.
അത് പറയുമ്പോഴാണ് ട്രംപ് ഇവിടെയും കൊണ്ടൊരു ബോംബിട്ടിട്ടുണ്ട്. ഒമാനിൽ ഒരു ഷിപ്പിൽ ബോംബിട്ടു. നമ്മുടെ കുറേ ഇന്ത്യൻസും മരിച്ചുപോയി. മരിച്ചവരുടെ എല്ലാ ബന്ധുക്കൾക്കും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഇതൊരു ആട്ടിൻപറ്റങ്ങളാണ്. ഈ മേഖലയിൽ കുറേ വെറൈറ്റി ആടുകളുണ്ട്. കണ്ടില്ലേ, ഓരോ ടൈപ്പ് ആടുകളാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് എന്തോ കഴിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. വേറെ 2 കക്ഷികൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ഇവിടെയും മറ്റൊരു ടൈപ്പ് ആടാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ഒന്നും നോക്കുന്നുണ്ട്, തലയൊക്കെ ഇട്ട് നീട്ടി. നമ്മൾ തിരിഞ്ഞപ്പുറത്ത് പോകുമ്പോഴും ആടിൻ്റെ വെറൈറ്റികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മേഖല മൊത്തം ആടുകളാണ്, വിവിധ തരത്തിലുള്ള ആടുകൾ. റിച്ചിക്കുട്ടൻ വളരെ ആകാംക്ഷയോടുകൂടി എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഹാ, എല്ലാവരും അങ്ങോട്ട് തടിച്ചു കൂടി. അദ്ദേഹം വളരെ ബിസിയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യല്ല എന്നാണ് പുള്ളിയുടെ മുഖഭാവം പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആടുകളെ ഇങ്ങനെ കണ്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ചേട്ടന്മാരുള്ളത്. ഒട്ടകങ്ങൾ, മരുഭൂമിയിലെ ഒട്ടകങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള 2 ചേട്ടന്മാർ ഇവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ, അതിൻ്റെ പുറത്തുള്ള ആ ഫേമസ് ആയിട്ടുള്ള ഹമ്പ്. നമ്മൾ കൊണ്ട് സ്കൂളുകളിലുമൊക്കെ ഈ ഒട്ടകത്തിൻ്റെ ഈ പുറത്തുള്ള മഴയെപ്പറ്റി നിരവധി അനവധി കഥകൾ കേട്ടിട്ടുണ്ട്. ആശാൻ കഴിക്കുന്ന കാണാനൊരു പ്രത്യേക ചന്തമുണ്ട്. നല്ല ശബ്ദത്തിലാണ് കഴിക്കുന്നതൊക്കെ. മുഖത്ത് ഭയങ്കര ഗൗരവമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആസ്വാദനം കൊണ്ടായിരിക്കാം. ഭക്ഷണം എപ്പോഴും നമ്മൾ ആസ്വദിച്ചാണല്ലോ കഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവിടുന്ന് മാറി
സിംഹത്തിൻ്റെ മടയിലെത്തി. നമ്മൾ സിംഹത്തിൻ്റെ മടയിലെത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഓർമ്മ വരുന്നു. അദ്ദേഹം വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. ഡോണ്ട് പ്ലേ ബോയ്സ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കോട്ടുവായൊക്കെ ഇട്ടിരിക്കുകയാണ് പുള്ളി. അല്പം അടുത്ത് പോയി കാണുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ അവിടെ ദൂരെ തന്നെ ഇരിക്കുകയാണ്. അടുത്ത് ക്ലോസ് ആയിട്ട് കാണാനേ. നമ്മളടുത്ത് കൂട്ടി വന്നപ്പോൾ അതാ മറ്റൊരു സിംഹം. പുള്ളി ഉറക്കമാണ്. ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട. വളരെ ശാന്തമായി ഉറങ്ങുകയാണ് അദ്ദേഹം. അലക്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കൊള്ളാം. അലക്സേട്ടൻ ഉറങ്ങട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. വേറെ കക്ഷി പുലിയാണ്, പക്ഷെ ദൂരെയാണ് കിടക്കുന്നത്, നമുക്ക് ക്ലോസ് കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം ഉറക്കമാണ്. ദൂരെ കിടന്ന് ഉറങ്ങട്ടെ. ഭയങ്കര ഉറക്കം കേട്ടോ. പുള്ളി ലഞ്ചൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നന്ദി, നമസ്കാരം.